നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പൂർത്തീകരിക്കുന്നത് വഴിയും പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ടും ഭാവിയിലേക്ക് ഇനിയും ചില പദ്ധതികൾ വേണ്ടിവരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടും വളരെ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർത്ത് അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരും. ഉടമസ്ഥരിൽ നിന്നും സ്ഥാനക്കയറ്റത്തിനുള്ള സാഹചര്യങ്ങൾ മാത്രമല്ല, ഒരു പക്ഷേ മറ്റൊരു ഈ പ്രസ്ഥാനത്തിൽ തന്നെ മറ്റൊരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. പക്ഷേ നടപടിക്രമങ്ങളൊക്കെ 3-4 മാസം താമസിച്ചു എന്നൊക്കെ വരാം. എന്നിരുന്നാൽ പോലും ഇത് നിർണായകമായിട്ടുള്ളൊരു വഴിത്തിരിവിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വിദേശ ബന്ധമുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പലർക്കും വികസിത രാഷ്ട്രത്തിലേക്ക് 3-4 മാസം അവിടെ ജോലി ചെയ്തുകൊണ്ടൊരു മേൽനോട്ടം വഹിക്കാൻ തക്കവണ്ണമോ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ ചെന്ന് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇപ്പോൾ കമ്പനിയിൽ നിന്ന് 3-4 മാസം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ 2-3 വർഷം അവിടെ തങ്ങേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സ്വല്പം ആശങ്ക വർദ്ധിക്കും. കുടുംബാംഗങ്ങളെ കൊണ്ടുപോകണ്ടേ എന്നൊക്കെ ആശങ്ക വർദ്ധിക്കുമെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു അവസരം സ്വീകരിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. പല വിധത്തിലുള്ള പുതിയതായിട്ടുള്ള ആശയങ്ങൾ വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 7-8 മാസമായിട്ട് അവലംബിച്ചിരുന്നു. 2023 പകുതി മുതൽ അതിൽ നിന്നും ചിലതിൽ നിന്നെല്ലാം സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടായി. ചിലതെല്ലാം പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും വിപുലീകരിക്കുവാൻ സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ. എന്നിരുന്നാൽ പോലും അതിന് തക്കവണ്ണമുള്ളൊരു മാനസികമായിട്ട് തയ്യാറെടുക്കുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളൊക്കെ ഇനി മാർച്ച് മാസത്തിലോ ഏപ്രിൽ മാസത്തിലോ നടക്കുന്ന പരീക്ഷകളിലെല്ലാം ആത്മസംതൃപ്തിയോടുകൂടി പരീക്ഷ എഴുതാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഇതിൻ്റെ ഭാഗമായിട്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ അവസരമുണ്ടായിത്തീരും. വേറെ ചിലർക്ക് മക്കൾ അന്യനാട്ടിലൊക്കെ താമസിച്ച് പഠിക്കുന്നവർ അവരുടെ പേരിൽ പ്രത്യേകിച്ച് വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പൂർത്തിയാക്കിയ ഗ്രഹത്തിൽ ഏപ്രിൽ മാസത്തോടുകൂടി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ബാക്കി പണികളെല്ലാം ദ്രുതഗതിയിലാക്കുവാൻ സാഹചര്യങ്ങളുണ്ടാകും. കഴിഞ്ഞ ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്തവർക്ക് അവിചാരിതമായിട്ട് അന്യനാട്ടിൽ താമസിക്കുന്ന പലർക്കും അവധി ലഭിക്കുവാനും മാർച്ച് മാസത്തിൽ ജന്മനാട്ടിൽ വന്നു പോകാൻ തക്കവണ്ണം കാര്യങ്ങളെല്ലാം ഒരു ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സമ്മാന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പരീക്ഷ, ഇൻ്റർവ്യൂ, ചിത്രം വര, ശില്പവിദ്യ മുതലായിട്ടുള്ള ഇങ്ങനെ ചില ഏറ്റെടുത്ത് നടത്തുന്ന പല കാര്യങ്ങളിലെല്ലാം തന്നെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ധ്രുവീകരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ഇനി മുതൽ പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ളൊരു നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിയിട്ട് മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉൽപ്പന്നങ്ങളായിരിക്കാം, ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളായിരിക്കാം, അതെല്ലാം തന്നെ സുഹൃത്തിൻ്റെ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. ഒരുപക്ഷെ ലാഭശതമാനം കുറയും. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരവസരം സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുന്ന കാര്യങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കുവാനും ദീർഘകാല പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനും അവസരമുണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അർപ്പണ മനോഭാവത്തോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ഇനി 2-3 മാസം തൃപ്തികരമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നതിനെപ്പറ്റി അതിനെ പറ്റിയിട്ട് വിലയിരുത്തി ഒരുപക്ഷെ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരവും കൃഷി വകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയും വിപുലമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ
ജൂൺ ജൂലൈ ആയിട്ട് തുടങ്ങുവാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ കാലം. എന്നിരുന്നാൽ പോലും അതിന് തക്കവണ്ണമുള്ളൊരു മാനസികമായിട്ടുള്ള സജ്ജമാകുവാൻ ഇടയുണ്ട്. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഒരു ഉദ്യോഗം ലഭിക്കും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃത്തിക്ക് യോഗം കാണുന്നു. ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായുള്ള പരീക്ഷകളിൽ ആത്മവിശ്വാസത്തോടുകൂടി അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കുന്നത് വഴി ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് തണുപ്പ് രാജ്യത്തിലെ ഉള്ളവർക്ക് തണുപ്പ് ഒരു ജൂൺ ജൂലൈ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പ് വിട്ടുന്നതിൻ്റെ ആ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം തയ്യാറെടുക്കുകയും അതിനുവേണ്ടി തയ്യാറാകുവാനും ജോലി ക്രമീകരിക്കാം എന്നുള്ളതിലുപരി അവർക്ക് യാത്രയ്ക്ക് വേണ്ടിയതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ആവുന്നതും ഈ ആഴ്ചയിൽ ഈ ഒരു മാസത്തിലാവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ബന്ധുമിത്രാദികൾ വരുവാനും അവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും സാധ്യതയുണ്ട്. ക്രിയാത്മകമായുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സുഹൃത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും ജോലിയുടെ സമയം കഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ കുറച്ചൊക്കെ സുഹൃത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനും അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ കഴിഞ്ഞ 7-8 മാസമായിട്ട് 2023 പകുതി മുതൽ ഏറ്റെടുത്തിരുന്നു, തുടക്കം കുറിച്ചിരുന്നു. പല കാര്യങ്ങളിലും ആശങ്ക ഉണ്ടായിരുന്നു എങ്കിൽ പോലും വിദഗ്ധരുടെ നിർദ്ദേശം, മേലധികാരികളുടെ കൃത്യമായുള്ള ഉപദേശം ഇവയൊക്കെ തന്നെ ഉപോത്ബലകമായി തീർന്നതിൻ്റെ വെളിച്ചത്തിൽ ഏറെക്കുറെ ആ ഒരു പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും തയ്യാറാകുവാൻ യോഗമുണ്ട്. എന്നിരുന്നാൽ അവിചാരിതമായിട്ടുള്ള ചില കാലതാമസം ഈ ഒരു മാസത്തിൽ വന്നു ചേരുവാനും എന്നാൽ ഇതെല്ലാം തന്നെ മാർച്ച് മാസം മുതലെല്ലാം പൂർത്തീകരിച്ച് ഒരുപക്ഷെ മെയ് ജൂൺ ആയിരിക്കും അതിൻ്റെ പദ്ധതി സമർപ്പിക്കുന്ന കാലം. അതെല്ലാം തന്നെ അനുകൂലമായി തീരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് എത്തിച്ചേർന്ന പല വിദ്യാർത്ഥികൾക്കും ആശങ്ക പല വിധത്തിലും വർദ്ധിക്കുവാനിടവരുമെങ്കിൽ പോലും ചിലർക്ക് ജോലി ലഭിച്ചിരുന്നത് പാർട്ട് ടൈം ജോലി ലഭിച്ചിരുന്നത് സമയക്രമം വേണ്ടിവരും. ചിലത് പകുതി മണിക്കൂറുകളെ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചിലർക്കൊക്കെ തന്നെ പാഠ്യപദ്ധതി പൂർത്തീകരിച്ചാലും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ആ രാജ്യത്ത് കുറവായിരിക്കും. അതുകൊണ്ട് മറ്റു രാജ്യത്തിലേക്ക് ജോലിക്ക് അപേക്ഷിക്കുകയായിരിക്കും ഏറ്റവും നന്നാവുക. ഇതെല്ലാം തന്നെ ഒരു മാനസികമായിട്ടുള്ള സ്വല്പം സമാധാനക്കേട് ഫെബ്രുവരി മാസത്തിൽ മാത്രമല്ല ഈ ഏപ്രിൽ മാസം കഴിവോളവും ഇതിൻ്റെ സമാധാനക്കേട് ഉണ്ടാകും. പലപ്പോഴും വിദേശത്ത് താമസിക്കുന്ന വിദ്യാർത്ഥികൾ മാതാപിതാക്കളെ ഈ കാര്യങ്ങളെല്ലാം പറയുകയും അവർ പ്രത്യേകമായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനകളൊക്കെ നടത്തും. എന്നിരുന്നാൽ പോലും കാലത്തിൻ്റെ മാറ്റം, പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുക തന്നെ വേണം. ആധി ഉണ്ടായിട്ടോ സ്വസ്ഥതക്കേടുണ്ടായിട്ടോ യാതൊരു കാര്യമില്ല. അപേക്ഷകൾ ധാരാളം സമർപ്പിക്കുക. ലഭിച്ച ജോലിക്ക് സ്വീകരിക്കാൻ തയ്യാറാവുക തന്നെ ആയിരിക്കും അധികപക്ഷം ഫെബ്രുവരി മാസത്തിൽ വേണ്ടി വരിക എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഔദ്യോഗിക ഭാരത്താൽ ഒരുപക്ഷെ അധികാര പരിധി വർദ്ധിക്കുന്നത് കൊണ്ടും ആ ഒരു പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം. കീഴ് ജീവനക്കാരെ നിയമിക്കാനുള്ള ഒരു അവസരം വന്നു ചേരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെത്തു തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. പദ്ധതി സമർപ്പിക്കുന്നതിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ പരമാവധി അതിൻ്റെ ഒരു പൂർണ്ണതയെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ടും വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ സമർപ്പിക്കാവൂ, അല്ലെങ്കിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താവൂ. അല്ലാത്ത പക്ഷം പരാജയം സംഭവിക്കാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്.
എന്നിരുന്നാൽ പോലും അതിൻ്റെ അറ്റകുറ്റ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്ത് ഫെബ്രുവരി മാസത്തിൽ പകുതി മുതൽ അത് സമർപ്പിച്ചോളൂ, അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ നടത്തിക്കോളൂ. തീർച്ചയായിട്ടും അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. അർഹതയുള്ളവരെ അംഗീകരിക്കുന്നതിൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ക്രമാനുഗതമായുള്ള പുരോഗതി കഴിഞ്ഞ 2023 തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി 2024-2025 കാലങ്ങളിൽ പുതിയതായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജനുവരി മാസം മുതൽ തന്നെ തുടങ്ങി വച്ചിരുന്നു. എന്നാൽ അതാത് തസ്തികകളിൽ കൃത്യമായിട്ടുള്ള ജോലിക്കാരെ ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ സ്വല്പം സമാധാനക്കേടുണ്ടാവും. ജൂൺ മാസം മുതൽ അതൊരു കൃത്യമായിട്ടുള്ള രീതിയിൽ ദിശാബോധത്തോടുകൂടി നീങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. എന്നാൽ ജോലിക്ക് അതായത് തസ്തികകളിൽ ആളെ കിട്ടുക എന്നത് വളരെ കഠിന പ്രയത്നം വേണ്ടിവരും എന്നുകൂടിയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. എന്നാൽ അഹംഭാവം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. അസുഖങ്ങൾ പലതുമുണ്ടോ എന്ന് തോന്നലോടുകൂടി പല കാര്യങ്ങൾക്കും ചിലതെല്ലാം വേണ്ട എന്ന് വെച്ചാലോ എന്ന് തോന്നുമെങ്കിൽ പോലും സാഹചര്യങ്ങൾക്കനുസരിച്ചെല്ലാം അന്തിമ നിമിഷത്തിൽ എല്ലാം ഏറ്റെടുക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധ്യതയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. വേണ്ടപ്പെട്ടവരുടെ അകാല വിയോഗത്തിൽ അതീവ ദുഃഖം അനുഭവപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ജീവിത നിലവാരം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് മറ്റൊരു ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുക, വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുക എന്ന ആശയത്തോടുകൂടി ഭൂമി പലതും അന്വേഷിക്കും. എന്നാൽ സാഹചര്യങ്ങളെ കൊണ്ടും സൗകര്യക്കുറവുകളെ കൊണ്ടും ചിലതെല്ലാം അത് ഒഴിവാക്കുവാൻ പോലെ അവസാനം അന്തിമ നിമിഷത്തിൽ ഒഴിവാക്കുവാനും ഗൃഹസമുച്ചയത്തിൽ, അതായത് ഫ്ലാറ്റുകൾ ഉള്ള സമുച്ചയത്തിൽ അതിൽ നിന്നൊന്ന് വാങ്ങിക്കുവാനായിട്ട് തീരുമാനിക്കുവാനും വാസ്തുശാസ്ത്രജ്ഞരുടെ നിർദ്ദേശപ്രകാരം അതിൽ തൃപ്തിയായിട്ടുള്ളൊരു വീട് വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. തണുപ്പ് രാജ്യത്തു നിന്നും മാറി മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി നിലവിലുള്ള തണുപ്പ് രാജ്യത്തു നിന്നും മാറി മറ്റൊരു രാജ്യത്തിലേക്ക്, സമശീതോഷ്ണ പ്രദേശങ്ങളുള്ള രാജ്യത്തിലേക്ക് മാറുക എന്നൊക്കവണ്ണം ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ സാഹചര്യങ്ങളുണ്ടാവും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും കൂടുതൽ സൗകര്യപ്രദമായി എന്നുള്ള ആശയത്തോടുകൂടി ആശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുവാൻ ഇടയുള്ളത്. വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകളൊക്കെ സാക്ഷിയാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഏറ്റെടുത്ത ദൗത്യത്തിൽ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ഇനിയും പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കുവാനും കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനുമുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടി നല്ലൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. ഫെബ്രുവരി മാസത്തിൽ ഉപരിപഠനം എന്ന സങ്കല്പത്തോടുകൂടി വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകളൊക്കെ നൽകിയിരുന്നു. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, നടപടിക്രമങ്ങളിലുള്ള അപാകതകളോ പോരായ്മകളോ കാലതാമസമായിരിക്കാം. ഫെബ്രുവരി മാസത്തിലെ അധ്യയന വർഷത്തിൽ വികസിത രാഷ്ട്രത്തിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതകൾ കുറവാണ്. എന്നിരുന്നാലും ആത്മവിശ്വാസം കൂടെ കൈവിടാതെ അപേക്ഷകൾ നൽകുക തന്നെയാണ് വേണ്ടത്. സെപ്റ്റംബർ മാസത്തിൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ ജോലി ചെയ്യുന്ന പലർക്കും നിലവിലുള്ള രാജ്യത്തിൽ ഇനി മുതൽ ഉയർച്ചകളൊന്നും മൊത്തത്തിൽ ആ രാജ്യത്തിൽ കുറവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും സകുടുംബം അപേക്ഷകൾ നൽകുവാനും 3 മാസത്തിനുള്ളിൽ തന്നെ അതിനുള്ളൊരു വിസ ലഭിക്കും എന്നൊരു ആത്മവിശ്വാസത്തോടുകൂടി അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധ്യതയുണ്ട്. ഏറ്റെടുത്ത ദൗത്യത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായിട്ടുള്ള കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് ഒരുപക്ഷെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിരിക്കാം വിളവെടുപ്പ് ഉണ്ടാവുക. അതിന് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ എല്ലാം ഏറ്റെടുത്ത് നടത്തുവാനുള്ള ഒരു കർഷകൻ്റെ സഹായം ഗുണകരമായി തീരുകയും ആശ്വാസത്തിന് പോലും സാധ്യതയുണ്ട്. അന്തിമ നിമിഷത്തിൽ മാർച്ച് മാസത്തിലൊടുവിൽ സുഹൃത്തുക്കളോ ബന്ധുമിത്രാദികളോ മനസ്സിലുദ്ദേശിക്കുന്ന പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് വേണ്ടി തയ്യാറാകുവാനും അതിനുവേണ്ടി പണം മുടക്കാനും സാധ്യതയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. കഴിഞ്ഞ വർഷം തന്നെ വിചാരിച്ചിരുന്നു, ചില സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ തന്നെ അതിന് സാധിച്ചില്ല. ജോലിയുടെ മാറ്റമായിരിക്കാം. എന്തായാലും ഈ മാർച്ച് മാസത്തിൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ അതിൻ്റെ പണം അടയ്ക്കുകയും മാർച്ച് മാസത്തിൽ ലഭിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ, ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും, അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നും മാറി സ്വതന്ത്രമായിട്ടുള്ളൊരു കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരമുണ്ടായിത്തീരും. അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു പദ്ധതി ഒരു പക്ഷേ ജൂൺ മാസത്തിന് ശേഷമായിരിക്കും ഉണ്ടാവുക. എന്നിരുന്നാൽ പോലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും ഈ ഒരു മാസത്തിൽ, ഫെബ്രുവരി മാസത്തിൽ വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. ഇതാണ് ഭരണി നക്ഷത്രക്കാരുടെ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.